അതിന്റെ മുത്തുമണികൾ എന്ന് ഞാൻ നിൽക്കണ നമ്മളെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ നിന്ന് 700 മീറ്റർ മാറിയിട്ട് കുറുക്കുട്ടി എന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ നിൽക്കണത്. ഇതാക്കണ ഈ കാണുന്ന മുതൽ 12 ഏക്കർ മുതലാണ് നിങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഹോം സ്റ്റേ അതുപോലെ റിസോർട്ട് ഇതിനൊക്കെ പറ്റിയ കിടിലൻ സ്ഥലമാണെന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണാനായിട്ട് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പേജ് മറക്കാം ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീഡിയോസ് എല്ലാം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ ഇതാക്കണ ആ കാണുന്ന 12 ഏക്കർ മുതലാണെന്ന് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ പണിയാൻ പറ്റിയ നല്ല കിടിലൻ പ്ലോട്ടാണ്. അതുപോലെ ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ പച്ചമരുന്ന് കൃഷികളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അതുപോലെ പ്ലോട്ടുകളാക്കി കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇനി നിങ്ങൾക്ക് അല്ല നിങ്ങളെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ തുടങ്ങാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഫ്രണ്ട്സോ ഫാമിലി ആരെയും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ മാക്സിമം ഫുൾ കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ. കിടിലൻ ഒരു പ്ലോട്ടാണ്, എടുത്തിടാൻ പറ്റുന്ന സ്ഥലമാണ്. ഇനി ഈ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്താണ്. അതുപോലെ വില്ലേജ് വരുന്ന ആലപ്പടമ്പ് വില്ലേജ് ആണ്. ഇതാക്കണം ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഇതാക്കണം. കുറുക്കുട്ടിന്ന് വരുന്ന റോഡാണ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മാത്തിൽ പോണ റോഡാണ് കേട്ടോ. മാത്തിലോട്ട് വെറും 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാക്കുന്ന ടാറിങ് റോഡിന്റെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് സ്ഥലത്തോട്ട് പോയിട്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മൊത്തത്തിലൊന്ന് പോയി നോക്കാം. വഴി കാണുന്ന വഴി നമ്മൾ പ്ലോട്ടിലോട്ടുള്ള വഴിയാണ്. വണ്ടിയൊക്കെ ഏത് വണ്ടി വേണമെങ്കിലും കാറോ ജീപ്പോ ഒക്കെ പോണ നല്ല വലിയ റോഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പ്ലോട്ടിലോട്ട് ഇതിലേം കയറി പോവാ. അതുപോലെ കുറച്ച് അപ്പുറത്ത് എത്തിയിട്ട് അതിലേം കയറി പോവാ. ആ ഒരു ഭാഗത്ത് നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലേ കൂടെ നമുക്ക് കയറി പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് പോയിട്ട് നോക്കാൻ നമുക്ക് കേട്ടോ. അങ്ങോട്ട് പോവാ. അപ്പൊ നമ്മൾ വരുമ്പോ ഈ ഒരു ഭാഗത്ത് ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വീടുകൾ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിലോട്ടാണ് നമുക്ക് സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത്. പിന്നെ അപ്പുറത്ത് തുടങ്ങാം കേട്ടോ. റോഡ് ഫ്രണ്ടേജ് ആ സ്ഥലം പറഞ്ഞ് തുടങ്ങാണ്. ഈ പോസ്റ്റ് നിൽക്കണ പറഞ്ഞ് തുടങ്ങാണ്. കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഏകദേശം അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. ഫ്രണ്ടേജ് തന്നെ നമ്മളെ വണ്ടി നിർത്തിയിട്ട് അതുവരെ നല്ല നീളം വരുന്നുണ്ട് ഫ്രണ്ടേജ് തന്നെ. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തന്നെ നോക്കിയാൽ കാണുകയൊക്കെ ചെയ്യാം. ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. വണ്ടികളൊക്കെ ഏത് വണ്ടി വേണേലും വരുന്ന സൈറ്റാണ് കേട്ടോ. അങ്ങേ സൈഡിലും വീടുകളുണ്ട് അല്ലേ? അപ്പുറത്തെ സൈഡിലും വീടുകളുണ്ട്. നല്ല കിടിലൻ വ്യൂ ഉള്ള സ്ഥലമാണ്. കണ്ടില്ല നിങ്ങൾ? നല്ല കിടുക്കാച്ചൊരു വ്യൂ ഉള്ള അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് പറമ്പിലോട്ട് കയറി പോകാൻ മുകളിലോട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വഴിക്ക് ഒന്ന് കയറി പോയിട്ട് അവിടെ നിന്നുള്ള ഒരു കാഴ്ച ഒന്ന് കാണാട്ടോ. അപ്പൊ അവിടുന്ന് തുടങ്ങിയിട്ട് ഇതാക്കണേ ഈ ഒരു ഇതുവരെയാണ് ഇതിന്റെ എൻഡ് വരുന്നുണ്ടോ. ഫ്രണ്ടേജ് എൻഡ് വരുന്ന ഇത്രയും നീളം നല്ല നീളം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണേ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെ കയറി നോക്കിയാൽ ഇങ്ങോട്ട് കയറുമ്പോ ഈ ഒരു വഴീന്റെ 2 സൈഡിൽ ഫുള്ള് വാഴ കൃഷിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മൊത്തം വാഴ കൃഷിയാണുള്ളത്. ഇപ്പൊ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് കാടൊക്കെ ഒന്ന് വെട്ടി ഒന്ന് ലെവലാക്കി ഒന്ന് നീറ്റാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു സ്ഥലമായിരിക്കും കേട്ടോ. ഇവിടുന്ന് നോക്കി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ആ ഒരു നമ്മളിപ്പോ ഇങ്ങോട്ട് മേലേക്ക് കയറി വരുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാഴ്ചയുള്ള സ്ഥലമാണ്. ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിപ്പെടാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിന്ന് വെറും 16 കിലോമീറ്റർ ദൂരമുള്ള, അതുപോലെ ചെറുപുഴ എന്നാണ് വരുന്നുണ്ടെങ്കിൽ ഒരു 18 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ നമുക്ക് കണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് വെറും 50 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 65 കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അടുത്ത് ഒരു 3 കിലോമീറ്റർ ആണ് പോയി കഴിഞ്ഞാൽ നമുക്ക് അരിയിൽ വെള്ളച്ചാട്ടം ഉണ്ട്. ദിനം പ്രതി ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ വെള്ളച്ചാട്ടം കാണാനൊക്കെ പോണ ഒരു ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ്. ഇനി നമ്മളെ പ്ലോട്ട് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണം. ഇതിന്റെ ഫ്രണ്ട് എന്നുള്ള ആ ഒരു ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നല്ല കിടിലൻ ഒരു പ്ലോട്ട് അല്ലേ? മൊത്തം 12 ഏക്കർ സ്ഥലം. ഒരുപാട് ടീമുകൾ നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതാക്കണേ നല്ല കിടിലൻ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓണർ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലൊക്കെ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളിട്ടോ. നല്ല കിടുക്കാച്ചൊരു മുതൽ കിടിലൻ ഒരു പ്ലോട്ടാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളെ പ്ലോട്ടിന്റെ മേലെ നല്ലൊരു കിടിലൻ വ്യൂ ഉള്ള സൈറ്റ് സ്ഥലമാണ് കേട്ടോ. പ്ലോട്ടിന്റെ മേലെ ഭാഗത്തൂടെ റോഡ് പോകുന്നുണ്ട്. പഞ്ചായത്ത് റോഡ് ഉണ്ട്. അതുപോലെ തൊട്ടടുത്തുള്ള പ്ലോട്ട് തന്നെ നമുക്ക് നിലവിലിപ്പോ വേറെ ടീം റിസോർട്ടും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വഴി നമുക്ക് പോയിട്ട് നോക്കാം. നമുക്ക് അതിൽ പോയിട്ട് അപ്പൊ ഞാൻ പറമ്പിലോട്ട് ഏത് വണ്ടി വേണേലും വരും. കാർ വേണേൽ കാർ വരും, ജീപ്പ് വേണേൽ ജീപ്പ് വരും. എല്ലാ വണ്ടിയും കയറി പോരുന്ന സൈറ്റാണ് കേട്ടോ. പിന്നെ ഇതാക്കണ പറമ്പിന്റെ എല്ലാ ഭാഗത്തോട്ടും വണ്ടി എത്താൻ ചെല്ലാൻ സൗകര്യത്തിനും എല്ലായിടത്തോട്ടും വഴിയെല്ലാക്കിയിട്ട് ഇതിലൊക്കെ ഇപ്പൊ കയറി പോകണമെങ്കിൽ ഇതിലെ കയറി പോകാം. ഇനിയിപ്പോൾ അതിൽ ഇപ്പുറത്ത് കൂടെ പോകണമെങ്കിൽ ഇതിലേയും പോകാം. എല്ലായിടത്തോട്ടും വണ്ടി എത്താൻ സൗകര്യമാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് 2 കുളമുണ്ട്, ഒരു കിണറുണ്ട്, ഒരു ബോർവെല്ലുണ്ട്. വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളം കിട്ടുന്ന ഏരിയയാണ്. ഇഷ്ടം പോലെ വെള്ളം കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇങ്ങോട്ട് വരി നമ്മൾ ഇങ്ങോട്ട് പ്ലോട്ടിലോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതാക്കുന്നത് ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. ഇനി പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പണിക്കാർക്ക് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുള്ള ഷെഡ്, ചെറിയ ഷെഡാണ്. പണിയായുധങ്ങൾ എന്തെങ്കിലും വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പാകത്ത് ചെറിയ ഷെഡാണ്. അത്യാവശ്യം
മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഷെഡ് തന്നെയാണ്. പിന്നെ ഇതാക്കുന്നത് നമ്മൾ നേരത്തെ വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെൽ ഉണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാക്കണം ഇവിടെയാണ് ബോർവെല്ല് വരുന്നത്, വെള്ളമൊക്കെ ഫുൾ ടൈം ഉള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് കുറേ തെങ്ങൊക്കെയാണ് ഉള്ളത്. അതുപോലെ ഇതേ ഇപ്പുറത്ത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല കായ്ക്കണ ഒരു പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാവൊക്കെ നല്ല വലിയ പ്ലാവാണ്, നിറയെ കായ്ക്കണാണ്. പിന്നെ നമുക്ക് പ്ലോട്ടിനകത്ത് കറണ്ടിന്റെ കണക്ഷനൊക്കെ ഉണ്ട്. ഇവിടെയാണ് അതിന്റെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ. ഈ ഒരു ഷെഡിലോട്ടും കറണ്ട് ഉണ്ട് അല്ലേ? നമുക്ക് മേലെ കൂടെയും കറണ്ട് പോകണില്ലേ? ഉണ്ട്, മേലെ കൂടെ പോകുന്നുണ്ട്. ഇനി മേലെ റോഡ് വരുന്നുണ്ട്, നമുക്ക് മേലെയും പഞ്ചായത്ത് റോഡ് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കണം. മൊത്തത്തിലൊന്ന് പോയി കാണാം നമുക്ക്. വരിങ്ങള് ഇനി ഇങ്ങോട്ട് വരിങ്ങൾ വേറൊരു സംഭവം കാട്ടുതരാം. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഇതിപ്പോൾ ഒരു കുറച്ച് സ്ഥലം ഇങ്ങനെ പാട്ടത്തിന് കൊടുത്തിട്ടുള്ള കൃഷിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നിങ്ങൾ ഫുള്ള് വഴുതനത്തോട്ടം കേട്ടോ. ഇതൊക്കെ നല്ല വിളവ് കിട്ടുന്ന നല്ല മണ്ണുള്ള സ്ഥലമാണ്, കൃഷിക്കൊക്കെ പറ്റി നല്ലൊരു കിടിലൻ സ്ഥലം കൂടിയാണ്. ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ അവിടെയൊക്കെ ഫുള്ള് പാവല്, അതുപോലെ ബീച്ചിങ്ങ, അങ്ങനത്തെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് ചെയ്യുന്നത്. അതേപോലെ തൊട്ടപ്പുറത്ത് കക്കരിക്കാണ് കൃഷി ചെയ്യുന്നത്. കൃഷിക്കൊക്കെ പറ്റുന്ന നല്ല മണ്ണുള്ള സ്ഥലം. എവിടെ ഒരു വെട്ടുപാറ അല്ലെങ്കിൽ പാറ അങ്ങനത്തെ ഒരു ഇതുമില്ല. വെള്ളത്തിന്റെ സൗകര്യമാണ്, വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. പിന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പച്ചക്കറി കൃഷിയല്ല മറ്റ് ആയുർവേദ പച്ചമരുന്നുകളുടെ കൃഷിയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അതായത് ഈ ഒരു സ്ഥലങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പൊന്ന് വിളയ്ക്കഞ്ഞു നല്ല പൊന്ന് വിളയ്ക്കാൻ പറ്റുന്ന സ്ഥലം അങ്ങോട്ട് നോക്കി നിങ്ങള്. അപ്പോൾ ഇതാക്കണം നമ്മളിപ്പോൾ പ്ലോട്ടിൻ്റെ ഏറ്റവും മേലെ ഭാഗത്താണ് നിൽക്കണം കേട്ടോ. താഴെ ഭാഗത്തുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് മേലെ എത്തിപ്പെടുന്നു. മേലെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ. നല്ല രസമുള്ള നല്ല സൈറ്റ് സ്ഥലമാണ് കേട്ടോ, നല്ല കാഴ്ചയുള്ള സ്ഥലമാണ്. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കി ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ്, പാവൽത്തോട്ടം അതുപോലെ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞൾ കൃഷിയൊക്കെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. അതേപോലെ അവിടെ എല്ലാം പൂക്കൃഷിയെല്ലാം നടത്തുന്നുണ്ട്, മല്ലികച്ചെടി അങ്ങനത്തെ പോലത്തെ പൂക്കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, അടുത്ത് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തോട്ടെല്ലാം വരുമ്പോൾ. പിന്നെ നമുക്ക് അടുത്തത് ഇവിടെ റോഡ് വരുന്നുണ്ട്, പ്ലോട്ടിന്റെ മേലെ ഭാഗത്ത് ഇവിടെ തന്നെയാണ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചായത്ത് റോഡാണുള്ളത്. നമ്മൾ ഈ ഒരു വഴി നേരെ അങ്ങോട്ട് ചെല്ലണ റോട്ടുമേക്കാണ് കയറി ചെല്ലണം കേട്ടോ. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം ബാ. അപ്പൊ ഞങ്ങളിപ്പോ ഏറ്റവും സ്ഥലത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ ഈ റോഡ് എവിടുന്ന് വരുന്ന പറഞ്ഞു, കുറുക്കുട്ടി ടൗണിൽ നിന്ന് മുസ്ലിം പള്ളിന്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ്. 2 കിലോമീറ്റർ ദൂരമാണ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ നോക്കി ഇവിടുന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ മൊത്തത്തിൽ കാണുന്നത് കേട്ടോ. അപ്പൊ ഇതാക്കണം ഈ കാണുന്ന നമ്മളെ സ്ഥലമാണ്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ താഴത്തോട്ട് നമ്മളെ പ്ലോട്ടിന്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് എത്തുന്ന റോഡാണ്. വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും പറമ്പിന്റെ എല്ലാ ഭാഗത്തേക്കും വണ്ടി എത്തുന്നതാണ്. തൊട്ടിപ്പുറത്ത് ഈ കാണുന്നത് റിസോർട്ടുകാർ വേറെ സ്ഥലത്ത് നിന്ന് കണ്ണൂർ എവിടെയുള്ള ആൾക്കാർ റിസോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി എടുത്ത സ്ഥലമാട്ടോ, റിസോർട്ടിനുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ട് നമുക്ക് റിസോർട്ട്, ഹോം സ്റ്റേ അതുപോലെ ഫാം എല്ലാം നടത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഇനിയിപ്പോൾ അയലങ്ങൾ കൊണ്ട് മുഴുവൻ 12 ഏക്കർ മൊത്തം എടുക്കാൻ പറ്റില്ലാണ്ടെങ്കിൽ 2 ഏക്കർ 4 ഏക്കർ 5 ഏക്കർ ഒക്കെ ആയിട്ട് അങ്ങനെ പ്ലോട്ടുകളൊക്കെ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഒന്നും നോക്കി നിൽക്കണ്ട, എളുപ്പം പോന്നോളിട്ടോ. നമ്മളിപ്പോ അവിടുന്ന് മേലെന്നാ വന്നു കേട്ടോ. മേലെന്ന് ഇങ്ങനെ വന്ന് റോഡ് താഴെ വരെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഈ റോഡ് പോണത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടാണ് ഈ റോഡ് ചെല്ലുക. പറമ്പിൽ ഏതാണ്ട് സെന്റർ ഭാഗത്തോട്ടാണ് എത്തട്ടോ. ഇനിയും കുറെ താഴത്തേക്ക് പോകാണ്ട്, താഴെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് റബ്ബറും ഉണ്ട്, അതും കാണിക്കണ്ട നമുക്ക്. റബ്ബർ ഉണ്ട്, കവുങ്ങുണ്ട്. അപ്പൊ നമ്മൾ പ്ലോട്ടിന് ഏറ്റവും താഴെ ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് വന്നിട്ടില്ല, മേലിനാണ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തും കറണ്ടിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കണക്ഷൻ ഈ ഒരു ഭാഗത്തോട്ട് കണക്ഷനൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ഭാഗത്തും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, മുക്കിലും മൂലം എല്ലാ ഭാഗത്തും. പിന്നെ ആക്കണം ഇവിടുന്ന് ഇങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്, പറമ്പിൻ്റെ ഫ്രണ്ടിലോട്ട് താഴെ ഭാഗത്തോട്ടാണ് ഈ റോഡ് നേരെ അങ്ങോട്ട് ചെല്ലുന്നത്. എല്ലാ ഭാഗത്തോട്ടും വണ്ടി സൗകര്യം, എല്ലാ വണ്ടിയും പോകാൻ സൗകര്യത്തിനുള്ള റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ഇതാ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ കുറേ റബ്ബറുകളാണുള്ളത്. ഈ ഒരു ഭാഗത്തോട്ട് ഏകദേശം 400ഓളം റബ്ബറുകളാണുള്ളത്. 414 ഇനത്തിൽപ്പെട്ട 400ഓളം റബ്ബറുകളാണുള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ കവുങ്ങെല്ലാം ഉണ്ട്, അതുപോലെ തെങ്ങെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ. ഇതാക്കണേ ഈ കാണുന്ന റബ്ബർ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 414 ഇനത്തിൽപ്പെട്ട ഇതേമാർക്ക് ആകെ അത്ര ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ, കുറച്ച് മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. അതുപോലെ 400ഓളം റബ്ബറുകളാണ് ഇതേമാർക്കുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കൃഷി ചെയ്യാന്നുണ്ടെങ്കിൽ റിസോർട്ട്, ഹോം സ്റ്റേ ഒക്കെ നടത്താന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യം വരുമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ ഈ വെള്ളം, കുളത്തിൽ കിടക്കണ വെള്ളമാണ്. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, എന്താ വെള്ളം എന്നറിയോ? 2 കുളമാണ്, 2 കുളം, 1 കിണർ, പിന്നെ ഒരു ബോർവെൽ. വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതേമാരിക്കാണ് കേട്ടോ. വറ്റാത്ത വെള്ളം, 365 ദിവസം വെള്ളം. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ഒരു ക്ഷാമോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് മേലുള്ള ആൾക്കാരൊക്കെ റിസോർട്ടിനൊക്കെ സ്ഥലങ്ങളൊക്കെ എടുത്തുള്ളത്, വെള്ളത്തിന്റെ ലഭ്യത കണ്ടിട്ട്. നനഞ്ഞ സ്വപ്നങ്ങളായിട്ട് നട്ടം തിരിഞ്ഞിക്കാതെ ഇതേമാർക്ക് പോകുന്നുള്ളൂ. ഇതേമാർക്ക് കിടിലൻ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കുറേ ഇങ്ങെത്തിട്ട് നടന്ന് നമ്മളെ മറ്റേ രണ്ടാമത്തെ ഒരു കുളം, ഒരു കിണറൊക്കെ ഉള്ളത് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തോട്ട് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറേ ഫുള്ള് കാടാണ് കേട്ടോ. മഴക്കാലല്ലേ, ഒരുവിധം മൊത്തം കാട് കയറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോക്കിപ്പോൾ നടക്കൂല, സംഭവം അതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നിപ്പോൾ ഈ റോഡ് നേരെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് എത്തിയിട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നത്. നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ കുറുക്കുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 700 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഒരു 12 ഏക്കർ സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കിടിലനൊരു പ്ലോട്ടാണ്. ഹോം സ്റ്റേ തുടങ്ങും, റിസോർട്ട്, അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ പർപ്പസിനും പറ്റിയ സ്ഥലമാണ്. നമുക്ക് താഴെ കൂടെ റോഡുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മേളിൽ കൂടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാറിങ് റോഡാണുള്ളത്. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണർ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഓണറെ ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോളി. നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് 1 ഏക്കർ ആണെന്നുണ്ടെങ്കിൽ 1 ഏക്കർ, 2 ഏക്കർ ആണെങ്കിൽ 2 ഏക്കർ, 5 ഏക്കർ വേണമെന്നുണ്ടെങ്കിൽ 5 ഏക്കർ പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കുന്ന നല്ല കിടിലനൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതിൻ്റെ ഓണറെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഇതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.